തീക്കനൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പട പൊരുത്തുവാൻ വെറി പിടിച്ചു തിക്കടലിളകി വരുന്നത് പോലെ മരവിച്ചു എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കനൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പട പൊരു ഞാനെന്തിനും അലാറം വെച്ചേ? ഓ മൈ ഗോഡ്, ഇന്റർവ്യൂ. എടാ ശിബു, എടാ മതിയാണോ കുളിച്ചത്? എനിക്ക് അത്യാവശ്യം ഓരോ വരെ പോണം. എന്റെ മുണ്ട് കൊടുക്കാനോടാ പന്നി കിടക്കുന്നത്. എന്റെ പൊന്നി ഷിബു എന്ന് ഇറങ്ങടാ. എന്താടാ? എനിക്ക് കുളിക്കണമെന്ന്. കൂടെ പഠിച്ചവന്റെ കല്യാണം വല്ലതും ഉണ്ടോ? ഇന്റർവ്യൂ ഉണ്ടോ? തോന്നി. പുതിയ സോപ്പ് മേടിച്ചിട്ടുണ്ടല്ലേ? മേടിച്ചിട്ടുണ്ട്. തേച്ചൊരച്ച് കുളിക്ക്. എന്താ നീ അങ്ങനെ പറഞ്ഞത്? ഓ, കൂട്ടത്തിൽ ജോലിയുള്ള എന്റെ ധാഷ്ട്യം. അതെ, ഇന്നത്തെ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാനങ്ങ് മാറ്റി തരാം കേട്ടാ. കേട്ടാ? ഹലോ ഓല എനിച്ചടാ പൂച്ച ആയോചി നീ എല്ലാ ദിവസവും ഞാൻ ഇടുന്ന നിങ്ങൾ ഇടും. എടാ കണകൊണ പറയണ്ട് പൂച്ച ആയിട്ടേടാ. എന്തൊരു കഷ്ടമാ. ആഹാ, ഇതാരെ ഇരിക്കണേ? ഉളുപ്പുണ്ടോടാ നിനക്ക്? എടാ ഉള്ളവന്റെ വീട്ടിൽ പോയി തിന്നടാ. ഇവിടെ ഒന്നും ഇല്ലെന്ന് നിനക്ക് അറിയത്തില്ലേ? ശവം. ജോർജ്, ഇത് നിന്റെ ദിവസമാണ്. പഴയ ഇന്റർവ്യൂ പോലൊന്നുമല്ല, ഇത് കിട്ടിയിരിക്കും. ആർ യു കോൺഫിഡൻസ്? യെസ് ഐ ആം. പഞ്ചാര പാലും മിഠായി. പഞ്ചാരയല്ല കേട്ടോ, വിത്തൗട്ട് വേണം തരാം. പഞ്ചസാര തീർന്നു. അതിന് നീ കിണിക്കണം എന്താ? ഒരു തരി പഞ്ചാരയില്ലാത്ത ആ പാത്രത്തിൽ ഒരു പാറ്റ കറിച്ച് അമ്മിരിപ്പുണ്ട്. എനിക്കിനി ചായ വേണ്ട. ഇതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് എന്നെ അടുക്കള വിട്ടാൽ പോലായിരുന്നു. വെറുതെ മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞു. ജോർജ്, ആത്മവിശ്വാസം നിന്റെ കൈ മുതൽ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കളഞ്ഞു, എല്ലാം കൊണ്ട് കളഞ്ഞു. മര്യാദ കക്കുസി പോടാ പട്ടി. ഞാനല്ല, ഇവനാ വിട്ടത്. എടാ ശംഭു, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണ് അവന്റെ പിൻവിളി. ഷിബുടാ, ഒരു മിനിറ്റ്. എന്താടാ? നിനക്കറിയാലോടാ ഒരു ബിടെക്കാരൻ്റെ അവസ്ഥയൊക്കെ. ഇന്റർവ്യൂ കയറി ഇറങ്ങി ഒരു പരുവായി. പക്ഷെ ഈ ഇന്റർവ്യൂ ഞാൻ മേടിച്ചിരിക്കുള്ളിയാ, ഉറപ്പായിട്ട് ഞാൻ മേടിച്ചിരിക്കും. കുറേ ആയി നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. എല്ലാം എനിക്കറിയാടാ. പക്ഷെ ഇനി അതുപോലല്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനും നിന്റെ കൂടെ ഉണ്ടാവും. മോനെ ജോർജ്, ഇന്റർവ്യൂവിന് വന്നിന്റെ കല്ല് കാശിരുന്ന് എനിക്കറിയാം. എത്ര രൂപ വേണം? 50 രൂപ വണ്ടിക്കൂലി കിട്ടിയാൽ കൊള്ളായിരുന്നു. കാശം തരും. ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ശമ്പളമായല്ലോ. ഓക്കെ അളിയ, എന്നെ ജംഗ്ഷൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടല്ല, ഞാൻ അപ്പുറത്തോട്ടാ. അളിയ, ഈ മഴ പെയ്യുന്ന നേരത്ത് വേണ്ട. ശംഭു, ഓടാ, എനിക്കൊരു പെണ്ണ് സെറ്റാടാ. പേരെന്താടാ? അശ്വതി അച്ചു. ഉടായിപ്പാടാ, ഫേക്കാണ്. ഉടായ്പൊന്നുമില്ല. ഇന്ന് ഞങ്ങള് സംസാരിച്ചാണ് രാത്രി. സൂപ്പർ. നിനക്കെന്തോ പണി വരാൻ കിടക്കണ്ട് പോയല്ലോ അല്ലേ? മോനെ ചമ്പു, ഈ കമ്പ്യൂട്ടറിനകത്ത് പ്രോഗ്രാമിങ്ങും കോഡിങ്ങും പോലെ അത്ര എളുപ്പമല്ല പെൺകുട്ടികളുമായിട്ടുള്ള പ്രോഗ്രാമിങ്ങും കോഡിങ്ങും കേട്ടോ. അതിനൊക്കെ ഒരു നാക്ക് വേണം. ഈ പ്രോഗ്രാമിങ് കോഡിങ് വെച്ച് അശ്വതിയച്ചുൻ്റെ സകല ഡീറ്റെയിൽസ് ഞാൻ എടുത്തരട്ടെ? നിനക്ക് പറ്റുമോ? അവളല്ല, അവൾ അപ്പാപ്പൻ്റെ ഒരു ഞാൻ വേണ്ടി എടുത്തരാം. അയ്യോ, ഒന്ന് എടുത്തു തരുമോ? എല്ലാം കഴിക്കണ്ടേ, വിശക്കണല്ലേ? ഉച്ചയ്ക്ക് നീ എല്ലാം ഉണ്ടാക്കും, ഞാൻ നോക്കാം. എപ്പോഴാടി നമ്മുടെ കല്യാണം? നമ്മുടെ കൊച്ചിനെന്താടി പേരുണ്ട്? ലോലൻ്റെ ലോയും അച്ഛൻ്റെ ചൂ ലുച്ചു എന്നിട്ടില്ല. എടാ ലോല, എവിടാ കള്ളപ്പന്നി? എടി നിന്റെ ഒരു പിക്കനിക്ക് കഴിച്ചോടി. എടാ ലോല, എന്താണ്